ഇതാണ് നമ്മുടെ ആള്. ഇതാ കവയിലാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ആ പൊറോട്ട ഉണ്ടാക്കാൻ റെഡി. ഞാൻ മൂപ്പിൽ തേടി എങ്ങനെ വന്നാണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ. നല്ല സ്ഥലമുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം. എനിക്ക് നല്ലൊരു ചായ ഇട്ട് തന്നിട്ടുണ്ട്. ഇതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അതിനോട് കഴിക്കാൻ പറഞ്ഞു. ഹോട്ടലിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉൾഭാഗത്താണ്. ചെറിയൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഹോട്ടലിൻ്റെ ബാക്കിലാണ് ഏതാ ചെറിയ കുരങ്ങന്മാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക മുകളിൽ. എന്തൊരു ഫാമിലി ആയിട്ട് മൊത്തം ഇവിടെ താമസത്തിൽ മൊത്തം കുരങ്ങന്മാരാണ്. ഇത് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ഹോട്ടലിൻ്റെ നല്ല ബാക്ക് സൈഡാണ് കേട്ടോ. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറിയ ഓലപ്പര പോലെ. നമുക്ക് ഇവിടെ ആയിരുന്നു ആദ്യം ഇവരുടെ ഷെഡൊക്കെ തരുന്നു കേട്ടോ. അതിപ്പോൾ നല്ല സ്ഥല സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്തു. ഹോട്ടലൊക്കെ ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. രണ്ട് ഭാഗങ്ങളും ബാക്കും ഇതുണ്ടോ ഇവരുടെ. കുരങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്നു. നല്ല രസമാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ചെറിയ കുട്ടികൾ എത്ര നീളമുള്ളതാണ് ചാടി കളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. കുറേ നേരം ഇരുന്നു, 1 മണിക്കൂർ ഇങ്ങനെ കഥയും വേണ്ടിയിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ട് ഈ തിരക്കിലാണ് കേട്ടോ. നമ്മുടെ ദോസ്താണ്. ആൾക്കാർക്ക് നല്ല തിരക്കും വന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹോട്ടൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കവയിൽ പറഞ്ഞ ഹോട്ടൽ. ഞാൻ കാണിച്ച് തരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അത് കവയിലും പറഞ്ഞ ഹോട്ടൽ. ഇതാ നമ്മുടെ ദിൽഫറിൻ്റെ ഒരു ഫോട്ടോസ് ഉണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഉണ്ടോ സ്റ്റൈല്. നമ്മുടെ കാലേട്ടനാണ് കൂടെ കേട്ടോ. സ്റ്റൈല് നിൽക്കുന്നുണ്ടേ. അപ്പോൾ അദ്ദേഹത്തിനോട് നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കാണ്. കലാപ്രതിഭയാണ്. നമ്മുടെ കേരളത്തിലെ മലയാളത്തിന് തനിമയുണ്ടെന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് ഞാനൊരു ഫോട്ടോസ് എടുക്കുകയാണ്. കൂടെ നമ്മുടെ ദിൽഫറിൻ്റെ കൂടെ ശരിയാ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാം. നമ്മുടെ ഫ്രണ്ടിൻ്റെ കട അവിടെ വന്ന് ഞാനത് കണ്ടു. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആവണം, പറഞ്ഞ് യാത്രയാവണം. പക്ഷേ മോൾക്ക് സ്കൂളിൽ എന്തോ പെട്ടെന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞ് സ്കൂളിലാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പനി ഇപ്പോൾ എല്ലാ ഭാഗത്തുണ്ടല്ലോ. അപ്പോൾ പനി കാരണം കൊണ്ട് ഒന്ന് സ്കൂളിൽ കയറാൻ ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവിടേക്ക് പോയിട്ട് നമുക്ക് സ്കൂളിൽ കുട്ടി അതുകൊണ്ട് പകുതിയിൽ ഷൂട്ടിങ് നിർത്തിയാണ്. അപ്പോൾ ഞാനവിടെ പോയിട്ട് മോളെ സ്കൂലെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഇന്നലെ മോൻ്റെ ഒരു പനിയുണ്ട്. അവൻ എറണാകുളം പോയതായിരുന്നു. അപ്പോൾ വന്നപ്പോഴേക്കും അവന് പനി പിടിച്ചു. അപ്പോഴേക്കും മോൾക്ക് തീരെ വയ്യാന്ന് പറഞ്ഞായിരുന്നു. വീടെത്തിയിട്ടുണ്ടോ ടീച്ചർ അതിനെ വിളിച്ചപ്പോൾ വേഗം വരാൻ പറഞ്ഞു. വേഗം മോളെ കൂട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പകുതി നിർത്തുകയാണ്. ഇനി ഞാൻ വീണ്ടും കൊണ്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഊഞ്ഞാൽ കളിക്കാനും നല്ല സ്പേസാണ് ഈ ഭാഗത്തുള്ളത്. അവിടെ വന്ന് ഞാൻ കളിക്കാനും ഫ്രണ്ടിൽ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉല്ലാസമായിട്ടിരിക്കുക കേട്ടോ. ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഹവന്നൊക്കെ എഴുതിയിട്ട് നല്ല പാർക്കിംഗ് ഏരിയ, നല്ല സൗകര്യമുണ്ട്. കുറച്ചപ്പുറത്ത് ഹോം സ്റ്റേ ഉണ്ട്. ഒരമ്മയുടെ കടയാണത്. ഒന്ന് നമുക്ക് സ്നാക്സൊക്കെ കുടിക്കാം. നമുക്ക് വെള്ളം എന്താ വേണമെന്ന് വെച്ചാൽ കഴിക്കാം കേട്ടോ. അന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഹോട്ടലാണ്. നല്ല ഭംഗിയുള്ള ഹോട്ടലാണ്. ചുറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. സ്കൂളിനവിടെ നിൽക്കണം കേട്ടോ. എന്താ വെച്ചാൽ മോൾക്ക് പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ യൂട്യൂബ് കുറച്ച് നേരം നമ്മുടെ ട്രാവലിംഗ് കുറച്ച് നേരം നിർത്തിയിട്ട് ഞാൻ സ്കൂളിലേക്ക് വന്നിരിക്കാം. പനിക്കാരെ കാണിച്ചു തരാം. വീട്ടിലാണ് ചെറിയ കുട്ടിക്കാണ് പനി. അത് ചെറിയ കുട്ടി പറഞ്ഞിട്ട് എൻ്റെ 10ാം ക്ലാസ്സാണ്. എൻ്റെ മോള് ഞാൻ സ്കൂൾ കാണിച്ചു തരാം. കുന്നാച്ചി എലപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പനി ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കയറി വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പനിയാണ് വേഗം വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാതിവില്ല വേഗം വന്നാൽ. അപ്പോൾ ഇനി കാണാം. സ്റ്റാൻഡ് കാണിച്ചു തരാം. ഇതാ പനിയുള്ള ആൾ കേട്ടോ. ഇത് കണ്ടതാ. ഇതാണ് പനിയുള്ള ആൾ. പനി പിടിച്ച് കിടക്കുകയാണ്. വന്നിട്ട് അപ്പോൾ ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് മോണെങ്കിൽ ചെറിയ മോളാണേ. നോക്ക് ഇവിടെ നോക്കിയോ, പേടിക്കൊന്നും വേണ്ട, ഇവിടെ നോക്ക്. അപ്പോൾ അവളെ ടീച്ചർ പറഞ്ഞു വേഗം വിളിച്ചിട്ട് പോകാൻ പറഞ്ഞു. പനിയല്ലേ, അപ്പോൾ അതിനുവേണ്ടി വന്നാൽ കേട്ടോ. ഞാൻ ഇപ്പോൾ സ്കൂളിൽ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം.